ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ പറയില്ല, കാരണം പുരുഷന്മാരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ അവർ തീർച്ചയായിട്ടും മാരീഡ് ആയി കഴിയുമ്പോഴത്തേക്കും സ്ത്രീകൾ ഒത്ത് കഴിയേണ്ട ആൾക്കാരാണ്. അപ്പോൾ അത് അവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മുഖം തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങളും കൂടെ അറിയേണ്ട കാര്യമാണെന്ന് ഞാൻ പറയും. വജനൽ ഹൈജീൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ സമൂഹത്തിൽ നല്ല അറിവുണ്ടായിട്ടും അതിനെ വളരെ നിസ്സാരമായിട്ട് കണ്ടുപോരുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത്. നമ്മൾ പല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോപ്പും അല്ലെങ്കിൽ ക്ലെൻസിങ് ബാറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വജിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് പാർട്ടൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എത്രമാത്രം ദോഷകരമായുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കെമിക്കലായിട്ടുള്ള ഏജൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മളുടെ വൈജനൽ പാർട്ട്, അതെല്ലാം ഇൻറ്റിമേറ്റ് പാർട്ട് വാഷ് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മളുടെ വൈജനൽ ഏരിയയ്ക്ക് ഒരു pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു pH ലെവൽ ഉണ്ട്. അത് ഡിസ്റ്റർബ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ ഇച്ചിങ്, ഇറിറ്റേഷൻസ്, അത് ചെറിയ ചെറിയ ബംസ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പല ആൾക്കാരും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡോക്ടറെ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാറുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുമൂലം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നിസ്സാരമായിട്ട് കരുതും. ഇപ്പോൾ നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ പാഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ നമ്മൾ ചേഞ്ച് ചെയ്യാത്തുള്ള ഇഷ്യൂസ് കൊണ്ട് നമുക്കവിടെ ഇതുപോലെ തന്നെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം. ഒന്നാമതായിട്ട് നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാൻറ്റീസൊക്കെ ഉണങ്ങാതെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി റെയിനി സീസണിലൊക്കെ നമ്മൾ പാൻറ്റീസ് ഉണങ്ങാതെ കുഴപ്പമില്ല ആര് കാണാനെന്നുള്ള രീതിയിൽ എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള നമ്പർ 1 റീസൺ ആണത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ പാൻറ്റീസൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലൊന്നും ഇട്ടിട്ട് നനയ്ക്കാതെ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് അതുപോലെ തന്നെ സോപ്പിൻ്റെ അംശങ്ങൾ തീരെ ഇല്ലാണ്ട രീതിയിൽ നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രോപ്പറായിട്ടുള്ള വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ ആ ഭാഗത്ത് നനവില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ജസ്റ്റ് നന്നായിട്ട് ഒപ്പിയെടുക്കുക, അതിൻ്റെ ജലാംശമൊക്കെ നീക്കുക. അതും നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻറ്റിമേറ്റ് ഏരിയയിലുള്ള ഹെയർസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 2 തവണ അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 തവണയെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാൻറ്റീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂക്കളുള്ള പാൻറ്റീസ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല പളപളാന്നിരിക്കുന്ന പാൻറ്റീസ്, അങ്ങനെയുള്ള രീതിയിലല്ല സെലക്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഹൈ ക്വാളിറ്റിയുള്ള കോട്ടൺ പാൻറ്റീസ് മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ പാഡും യൂസ് ചെയ്യുക. പാഡൊക്കെ ആണെന്നുണ്ടെങ്കിലും 4 to 5 hours അപ്പുറത്തേക്ക് വെക്കരുത്. അതിനുള്ളിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലീനിങ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ ഫാമിലി ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രോപ്പറായിട്ട് ക്ലീനിങ് ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് വളരെയധികം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഈ പാർട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്, മസ്റ്റായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ അബ്രോഡായിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബെറ്റാഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ബെറ്റാഡിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. നമ്മളിവിടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറിവിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ബെറ്റാഡിൻ നമ്മൾ ആ കേട്ടിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇൻറ്റിമേറ്റ് വാഷ് ബെറ്റാഡിൻ്റെയാണ് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 58 രൂപയാണ്. അപ്പോൾ ഇതായിരുന്നു അവിടെ ആയിരുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാൾ യൂസ് ചെയ്യാനുണ്ട്. ഇതും ഇച്ചും ഇറിറ്റേഷൻസും ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ്. സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജെൻറ്റിലായുള്ള പ്രൊട്ടക്ഷൻ തരും. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് ഞാൻ അവിടെയായിരുന്ന സമയത്ത്, UAE സമയത്ത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെയുള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നാട്ടിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വാഷ്. ഇത് ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും ഏത് ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഭർത്താക്കന്മാർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാര്യമാർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഭാര്യമാർ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ലേഡീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഏജൊന്നുമില്ല, ഏജ് ലിമിറ്റൊന്നുമില്ല.
അപ്പോൾ ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു, മറ്റേതൊക്കെ എൻ്റെ ഒരു ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട്. ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് ചെറിയൊരെണ്ണമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് 20 ml ഒരു പാക്കറ്റാണ്. ഇതിനധികം വിലയൊന്നുമില്ല, 45 രൂപയേ ഉള്ളൂ. എന്നാലും ഇത് കുറച്ച് നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ ഒരുപാടൊന്നും എടുത്ത് ഹെവി ഒത്തിരി നമുക്ക് ഒരുപാടൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഫോമുലോ ലാക്റ്റിക് ആസിഡ് pH ലെവൽ 3.5 എന്നൊക്കെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ വെജിനൽ ഏരിയയുടെ ആ ഒരു സെയിം pH തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഒരു ലിക്വിഡ് വാഷാണിത്. പിന്നെ നമുക്ക് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അധികമില്ല. 2 വർഷത്തെ ഷെൽഫ് ലൈഫൊക്കെ ഉണ്ട്. വളരെ ക്യൂട്ടായിട്ട് നമ്മുടെ ലേഡീസിൻ്റെ ആണല്ലോ, പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസിനെ കാണിക്കാനുള്ള ഒരു പിങ്ക് കളറാണ്. ഒരു പാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേഡീസിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെയുള്ള ഒരു കുഞ്ഞു ബോട്ടിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വലുതാണെന്നൊരു വലിയ ടൈപ്പൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതാ കണ്ടോ, വൈറ്റ് കളറിൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് തിക്കല്ല, വാട്ടർ കൺസിസ്റ്റൻസിയാണ്, എന്നാൽ കുറച്ച് തിക്കാണ്. ഇത് നമ്മളൊരു 2-3 ഡ്രോപ്സ് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഇറ്റിക്കുക. എന്നിട്ട് നമ്മളൊന്ന് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് കൈയൊന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വജിനൽ പാർട്ടൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മൾ സോപ്പ് അല്ലെങ്കിൽ നമ്മൾ ഷാമ്പൂ ഒക്കെ പതഞ്ഞ് വരില്ല, അതുപോലെ പതഞ്ഞ് വരും. അതിനുശേഷം നമ്മളിത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ആനസിൻ്റെ ഭാഗത്തോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കരുത്. അവിടെ നിന്നുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ നമ്മളുടെ വജിനൽ പാർട്ടിലോട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് മുകളിലോട്ട് തന്നെ ഇത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബാക്ക് സൈഡ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ബാക്കോട്ട് തന്നെ വജിനൽ ഏരിയയിലോട്ട് വരാതെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെയധികം നമുക്ക് ഇതുപോലെ തന്നെ വജിനൽ പാർട്ടിലെ ഇൻഫെക്ഷന്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ബാഡായിട്ടുള്ള സ്മെല്ലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും. ചിലർക്ക് വെള്ളപ്പോക്കിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പാൻറ്റീസൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കോട്ടൺ പാഡ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെഗിൻസ്, നമ്മൾ ലെഗിൻസൊക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെഗിൻസൊക്കെ മാറ്റിയേക്കുക. നമ്മൾ അമ്മമാരൊക്കെ ചിലർ പറയും ലെഗിൻസ് യൂസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജീൻസൊക്കെ ഇങ്ങനെ വെള്ളപ്പൊക്കിന് അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ ലെഗിൻസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്തിട്ട് മാത്രമേ പിന്നെ അത് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനുള്ള സാധ്യത ഹൈ ആണ്. മാക്സിമം കുറച്ച് ലൂസായിട്ടുള്ള ഇതുപോലത്തെ നമ്മുടെ പാൻസൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്കറിയാം ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ മാറാനായിട്ട് നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫിന് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിലുള്ള പിമ്പിൾ മാർക്സൊക്കെ മാറാനായിട്ട്, ആഗ്നെ ഇഷ്യൂസൊക്കെ മാറാനായിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ടീ ട്രീ ഓയിൽ. ഞാൻ ഒരുപാട് വീഡിയോസിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന 2 കാര്യം, ടീ ട്രീ ഓയിൽ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഡെലിക്കേറ്റ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല നാട്ടിൽ കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കിയിട്ട് ഈ വാഷിലോട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റുന്ന ഏറ്റവും നല്ല ഒരു വാഷിലോട്ട്, നമ്മുടെ വി വാഷ് പോലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ UAE ആണെന്ന് ബെറ്റാഡിനോ നിങ്ങളുടെ സ്ഥലത്ത് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ല, എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ 2 പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഏതൊരു ഇൻറ്റിമേറ്റ് ഹൈജീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു ബുക്ക്ലെറ്റ് ഉണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ആദ്യം അത് റീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെജിനൽ pH ലെവൽ എന്ന് പറയുന്നത് 3.4 to 4.5 ആണ്. സോപ്പ് അല്ലെങ്കിൽ സോപ്പ് ബാറോ അല്ലെങ്കിൽ ബോഡി വാഷോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇത് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ pH ലെവൽ ഡിഫറെൻ്റ് ആവും. അതായത് നമ്മൾ അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത്, പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ നമ്മുടെ pH ലെവൽ മാറുകയാണ്. യൂറിനേറ്റിൻ്റെ സമയത്ത് 6.5 to 7 ചേഞ്ച് ആവും. അതുപോലെ തന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് 7.4 ആകും. അപ്പോൾ pH ലെവൽ ഡൈവേർട്ട് ആകുമ്പോൾ നമ്മുടെ വെജിനൽ ഏരിയ ഇറിറ്റേറ്റഡ് ആകും. അതുകൊണ്ടാണ് ഇൻഫെക്ഷനും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇതുപോലെ വിവാഷൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ pH ലെവൽ 3.5 നോർമൽ വെജിനൽ pH ലെവലിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് വെജിനയുടെ pH ലെവലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലാക്റ്റിക് ആസിഡ് നോർമലായിട്ട് വെജിന പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ലാക്റ്റിക് ആസിഡ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോപ്പ് ബാറോ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇതിൽ നമ്മുടെ വിവാഷിൽ ഓഫ് കോഴ്സ് ഇതിലത് ലാക്റ്റിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നന്നായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഹൈജീനായിട്ട് സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മൾ നാരങ്ങയുടെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക.
നാരകത്തിൻ്റെ ഇല എന്ന് പറയും. അതിനുശേഷം ഇതിലേക്ക് ഒരു തുള്ളി ടീ ട്രീ എസൻഷ്യൽ ഓയിലും ഒരു 3-4 തുള്ളി ലെമൺ ജസ്റ്റ് നമ്മൾ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു 3-4 തുള്ളി മതി, തിളപ്പിച്ച് 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് നമ്മളുടെ ഒറിജിനൽ ഏരിയ യൂസ് ചെയ്യുന്നതും സെയിം പ്രൊട്ടക്ഷൻ തരാനായിട്ട് സഹായിക്കും. കൂടുതലായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെച്ചിരിക്കാതെ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ആ സമയത്ത് നമ്മൾ ഫിസിക്കൽ കോൺടാക്റ്റ് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ 2 പേർക്കും ഒരുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മെല്ല്, വളരെ മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. അതിൽ ഒരുപാട് പെർഫ്യൂമിൻ്റെ സ്മെല്ലൊന്നുമില്ല, കുത്തലും അങ്ങനെയൊന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഒരിക്കലും ഈ നമ്മളുടെ ബാഡ് സ്മെല്ല് വാങ്ങിക്കാൻ പെർഫ്യൂം അടിക്കുന്ന പരിപാടി നമുക്ക് നിർത്തി. ചില എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട് ജീൻസ് ഇട്ടതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് നല്ലൊരു ശീലമല്ല, നമ്മൾ ഇൻറ്റിമേറ്റ് ഏരിയയ്ക്ക് ഒട്ടും നല്ല ഒരു കാര്യമല്ല അത്. തീർച്ചയായിട്ടും അങ്ങനെ ശീലമുള്ള ആൾക്കാർ ഇന്ന് തന്നെ അത് അവോയ്ഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വാഷ്. ഇത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ യൂറിനേറ്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മളിത് ഉപയോഗിക്കുക, ത്രൂ ഔട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒരു 5 ടൈംസ് 6 ടൈംസ് ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അത്രയും തവണ ഉപയോഗിക്കുക, അങ്ങനെയൊന്നുമില്ല. ഡെയിലി 2 ടൈംസ് മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുക. അപ്പം ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു 1 ടൈം ഉപയോഗിക്കുക, നൈറ്റ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഈ സമയത്ത് പീരീഡ്സിൻ്റെ സമയത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ വാഷ് ചെയ്യണം, നല്ലതാണ്. 4 hours നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യില്ലേ, ആ സമയത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പാഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് വളരെയധികം നമ്മളുടെ ഇൻറ്റിമേറ്റ് ഏരിയ വളരെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ തടഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ വെജിനൽ പാർട്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുന്ന ജെൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലൊന്നും എടുക്കരുത്. കാരണം ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്, അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഉണ്ട് 9496532598. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഹാപ്പി ബീറ്റ്സ് TV, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാപ്പി ബീറ്റ്സ് TV ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റു പുതുമയായിരുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് വഴി എന്ന് ചോദിക്കാം. ഗ്രൂപ്പ് ഇപ്പോൾ ഓപ്പൺ ആണ് കേട്ടോ, അതിൻ്റെ ടൈം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൽ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ രീതിയിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയായിരുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. Bye-bye.